ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂരാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെള്ളാങ്കല്ലൂർ. അവിടെ നമുക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഒരു 17 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൻ്റെ വീട് കേട്ടോ. നല്ലൊരു ലൊക്കേഷനിലാണ് വീടിരിക്കുന്നത്. ഒരു 5-8 കാറൊക്കെ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അതുപോലെ തന്നെ കിഴക്ക് വടക്ക് മൂലയായിട്ട് കിണർ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. പിന്നെ 1-2 തെങ്ങുകളൊക്കെ ഉണ്ട്, മാവ് പ്ലാവ് അങ്ങനെ കുറച്ച് ഫലവൃക്ഷാദികളൊക്കെ ഉണ്ട്. ബാക്ക് കാണിച്ചു തരാം. അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലമുണ്ട്. 17 സെൻറ്റ് ഉണ്ടേ. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് നല്ല ഗ്രാനൈറ്റുമ്പോൾ ഗ്ലാസ് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. കാർ പോർച്ച്, കയറി തന്നെ സിറ്റ് ഔട്ട്, സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോറ് സിംഗിൾ ഡോറാണ്, എന്നാലും മോഡേൺ ആയിട്ടുള്ള നല്ല ഡോറാണ്. ഉണ്ടല്ലേ. കയറി വരുന്ന ലിവിങ് റൂം എല്ലാം പണി കഴിച്ച് നല്ല സൂപ്പറായിട്ടിട്ടുണ്ട്. പണി കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീടല്ല, ഇത് പഴയ വീട് തന്നെയാണ്. ഏകദേശം ഒരു 10-15 കൊല്ലം പഴക്കമുള്ള വീടാണ്. അവരത് പുതിയതായിട്ട് പുതുക്കി പണിതേക്കണം തന്നെ കേട്ടോ. അത് എന്നാൽ പുതിയ കണ്ടീഷൻ തന്നെയാണ്, പുതിയ വീടിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. അറ്റാച്ച്ഡ് വാഷ്റൂമും ഡോറിൻ്റെ തിക്കൻസ് ഉണ്ട്, അല്ല 2 ഇഞ്ച് തിക്കൻസ് ഉണ്ട്. ഇത് ഹാള്, ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഹാള്, ലെഫ്റ്റ് സൈഡിലേക്ക് ഹാള് വരണേ. അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ പോകണം. വാഷ് ബേസിൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ കബോർഡൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. ഇത് ഡ്രസ്സിങ് റൂം, അതിൻ്റെ ഉള്ളിൽ വാഷ്റൂം. കറണ്ടില്ല, കറണ്ട് ഓഫ് ആയി എടുക്കാം. കബോർഡ് വർക്കുകളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചനാണ്. ഇവിടെ സെക്കൻഡ് കിച്ചൺ. ഓക്കെ, അതിന് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട്. ബാക്കിൽ വർക്ക് ഏരിയ ഡ്രസ്സ് അടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 2 കിച്ചൺ കൂടാണ്ട്. ഹാളിലൊക്കെ സീലിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്തേക്ക് പോവാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട് സ്റ്റെയറിൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഓൾറെഡി ഇവിടെ ഇപ്പോൾ കറണ്ടില്ല, ഓഫായി കിടക്കണം. എന്നിരുന്നാലും വെളിച്ചം കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്, വെളിച്ചമുണ്ട്. ഇത് മോൾ ഭാഗം ടെറസ് കുറച്ചുണ്ട്, അത് ഫുള്ള് ഗ്രില്ലിട്ടിട്ട് കവർ ചെയ്തെടുത്തേക്കാം. നമുക്കൊരു മീറ്റിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ട്. ഓക്കെ, എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ. പിന്നെ ഒരു സൈഡിൽ ഈ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തെ ബെഡ്റൂംസ് കാണാം. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഉള്ളത്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വലിപ്പമുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, റൂമുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യും. റൂമായിട്ട് വേണമെങ്കിൽ റൂമായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരു ഹാൾ ഇതുപോലെ മീറ്റിംഗ് റൂം പോലെ സെറ്റ് ഉപയോഗിക്കാൻ പറ്റും ആ റൂം. ഇത് അടുത്ത ബെഡ്റൂം. ബാൽക്കണി ഉണ്ട് ഇതിന്. ഉണ്ടല്ലേ, മിറ്റൊക്കെ ഉണ്ടല്ലേ, നല്ല നീറ്റായിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ
ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. പിന്നെ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി, സ്കൂൾ, അമ്പലം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹൈവേയിലേക്കും തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് പുതിയ വീടുകൾ പണിത് തരണമെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്ലേറ്റുകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ നമ്മൾ നല്ല വില്ല പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ വീട് വേണ്ടവർക്ക് വീടും അല്ലെങ്കിൽ സ്ഥലം വേണ്ടവർക്ക് സ്ഥലവും നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല നല്ല പ്ലോട്ടുകളുണ്ട് അതിനകത്ത്. അധികം വിലയൊന്നും വരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ 500 മീറ്റർ ഡിസ്റ്റൻസിൽ കൂട്ടത്തിയോടെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.